എൻ്റെ അമ്മയെ ഒറ്റ ദിവസം കൊണ്ട് മുടി വളർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുമേ. വേറെ ഒന്നുമല്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുടി വളർത്താൻ വേണ്ടിയിട്ട് പറ്റും. രാത്രിയിലെ ഈ ദ്രോഹമാണ് മുടി വളർച്ചയ്ക്ക് വില്ലനാകുന്നത്. ആ വില്ലന്മാരെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് 100% മുടി വളർത്താനും ആ മുടി നല്ല ആരോഗ്യത്തോടെ നിലനിർത്താനും സാധിക്കും കേട്ടോ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മുടി എങ്ങനെയെല്ലാം ശ്രദ്ധിക്കണമെന്ന് പലർക്കും അറിയില്ല. മുടി വളരുന്നത് ശരിക്കും രാത്രിയിലാണേ. എന്നാൽ രാത്രിയിൽ നമ്മൾ മുടിയോട് ചെയ്യുന്ന ചില ദ്രോഹങ്ങളാണ് പലപ്പോഴും മുടി വളർച്ചയെ ഇല്ലാതാക്കുന്നത്. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കേശ സംരക്ഷണത്തിലെ വലിയ വെല്ലുവിളികളെ തന്നെയാണേ. ഇത് മുടി വളർച്ചയെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കുന്ന ഒന്നാണേ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ മുടി വളർച്ചയ്ക്ക് പ്രശ്നമുണ്ടാകുന്ന രാത്രിയിലെ മറ്റു ചില ശീലങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഈ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ തന്നെ അത് മുടി വളർച്ചയ്ക്ക് നമുക്ക് സഹായകരമാകും. ആദ്യത്തെ എന്ന് പറയുന്നത് കുളി കഴിഞ്ഞ ഉടനെ ഉറങ്ങുന്നത്. കുളി കഴിഞ്ഞ ഉടനെ ഉറങ്ങാൻ പോകുന്നത് മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. മുടിയിലെ നനവ് തലയിണയിൽ പറ്റുകയും ഇത് മുടിയെ കൂടുതൽ പ്രശ്നത്തിലാക്കുകയും ചെയ്യും. സാധാരണ ജോലിക്ക് പോകുന്നവരും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. വൈകിട്ട് കുളിച്ചിട്ട് ഈറനോടെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കട്ടിയില്ലാത്ത മുടിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. പക്ഷേ കട്ടിയുള്ള മുടിയാണെങ്കിൽ അത് കുറച്ച് പാടുപെട്ടിട്ടായിരിക്കും ഉണങ്ങുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മുടി ഒരു 95% മുകളിൽ ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് മുറുക്കി കെട്ടുന്നത്. ബാൻഡ് തലയിൽ മുറുക്കിയിടുന്നതും മുടിക്ക് ദോഷകരമായി ബാധിക്കും കേട്ടോ. ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് പലരും മുടി മുറുക്കി കെട്ടി വയ്ക്കാറുള്ളത്. അങ്ങനെ മുടി മുറുക്കി കെട്ടുന്നവരുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. പകരം മുടി പിന്നിയിട്ട് മുടിയുടെ തുമ്പൊന്ന് മടക്കി കെട്ടി അതിലൊരു ബണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് തലയണയിൽ ശ്രദ്ധിക്കണം. കോട്ടൺ തലയണ കവറുകൾ ഉപയോഗിക്കുന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഇത് പരുപരുത്തതും കാഠിന്യമേറിയതുമാണ് കേട്ടോ. ഇത് മുടിക്ക് വളരെയധികം ദോഷം ചെയ്യുന്നു. അതുപോലെ തന്നെ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത്. നനഞ്ഞ മുടി കെട്ടിവെച്ച് ഉറങ്ങാൻ പോകുന്നവരും കുറവല്ല. ഇത് മുടി പൊട്ടിപ്പോകാനും മുടിയിൽ കായ് പോലുള്ള വസ്തുക്കൾ ഉണ്ടാകാനും കാരണമാകും കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 95% മുകളിൽ ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുടി കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തലയിണ കവർ മാറ്റാതിരിക്കുന്നത് ചിലരുടെ ശീലമാണ്. ഇത് പലപ്പോഴും കാലങ്ങളായി ഉപയോഗിക്കുന്ന കവർ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇതൊരിക്കലും കഴുകുകയില്ല. ഇതുമൂലം മുടിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് കഴുകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നല്ല വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അടുത്തതെന്ന് പറയുന്നത് തല ചീകുന്നത്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പലരും ചെയ്യുന്നതാണ് തല ചീകുന്നത്. ഇത് മുടിയുടെ അറ്റം പിളരുന്നതിന് കാരണമാണ്. പല്ലകലമില്ലാത്ത കോമ്പ് ഉപയോഗിച്ച് ചീകിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമുണ്ടാകും കേട്ടോ. പക്ഷേ പല്ലകലമുള്ള കോമ്പ് ഉപയോഗിച്ച് ചീകിക്കഴിഞ്ഞാൽ മുടി പൊട്ടുന്നത് തടയാനും സ്പ്ലിറ്റ് എൻഡ്സ് കൺട്രോൾ ചെയ്യാനും സാധിക്കും. മുടി അതായത് സ്കാൽപ്പ് നല്ല രീതിയിൽ കോമ്പ് ചെയ്ത് കൊടുക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിച്ചിട്ട് മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഒന്നേ വിരലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പല്ലകലമുള്ള കോമ്പ് ഉപയോഗിച്ചോ സ്കാൽപ്പ് നല്ല രീതിയിൽ ചീകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പല്ലകലമില്ലാത്ത കോമ്പുകൾ അവോയ്ഡ് ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് മുടിയിൽ ഹെന്ന ചെയ്യുന്നതും എണ്ണ തേക്കുന്നതും. പലരും ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് മുടി കളർ ചെയ്യുകയോ മുടിയിൽ പലതരത്തിലുള്ള എണ്ണ തേക്കുകയോ ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് മുടിക്ക് വളരെയധികം ദോഷകരമാണെന്നതാണ് സത്യം. അത് അവരറിയാതെയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലിക്കൊക്കെ പോകുന്നവരായാലും പഠിക്കാൻ പോകുന്നവരായാലും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്നത്. അതും ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മുടി കെട്ടുന്ന സമയത്ത് ശ്രദ്ധ വേണം. മുടി കെട്ടിവെച്ച് ഉറങ്ങാൻ പോകുന്നത് നല്ലതാണ്. എന്നാൽ പോണി ടെയിൽ കെട്ടിവെച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ആലോചിക്കുക. ഇത് മുറുകെ കെട്ടുന്നത് മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന 2 ടിപ്പും കൂടെ പറയാം. വേറൊന്നുമല്ല, മുടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ വെള്ളം എന്ന് പറയുന്നത്. ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ മുടിയെ വരൾച്ചയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിയെ വളർത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.